അവസരത്തിൽ പറയാനുള്ളത് ഇതാണിപ്പോ അവസ്ഥ. ഇതാണ് നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ്. ഐഡിയ ഒക്കെ പറഞ്ഞെടുത്തോ. നേരെ തിരിക്കണ്ട, നേരെ വാ, നേരെ വാ. ഇന്ന് ഈ ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടോ അതിൻ്റെ ഒരുക്കങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈവനിങ് ആയിരുന്നു. ഈവനിങ് എന്ന് പറഞ്ഞാൽ ഒരു 5 o'clock ഒക്കെ ആയിരുന്നു അവിടെ എത്തേണ്ടിരുന്നത്. നമ്മൾ ഒരു ഉച്ചയ്ക്ക് ആയപ്പോഴത്തേന് നമ്മൾ മേക്കപ്പ് ലുക്കൊക്കെ സ്റ്റാർട്ട് ചെയ്ത് എന്നാലല്ലേ കഴിയത്തുള്ളൂ. അങ്ങനെ നമ്മൾ പോയിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കടമക്കുടി. ഞാൻ ആക്ച്വലി മാപ്പിനകത്ത് ലൊക്കേഷൻ ഇട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ പോയിട്ട് ആ ഒരു പ്ലേസ് തെറ്റിപ്പോയി. ശരിക്കും പറഞ്ഞാൽ വേറെ വഴി കൂടി ആയിരുന്നു പോകേണ്ടിയിരുന്നത്. പക്ഷെ ഞങ്ങൾ പോയ വഴി തെറ്റിപ്പോയി. ലാസ്റ്റ് ജങ്കാറി കയറി വേണമായിരുന്നു പോകുന്നത്. പക്ഷേ എനിക്ക് ജങ്കാറി കാണാൻ ഭയങ്കര പേടിയായിരുന്നു. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കാറുമായിട്ട് കയറാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ ഇങ്ങനെ പേടിച്ചാണ് അതിനകത്ത് ഇരുന്നത്. അങ്ങനെ ഒരു തരത്തിലെത്തി. പക്ഷേ എത്തിയ സ്ഥലം ഏതായാലും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് കടമക്കുടി എന്ന് പറഞ്ഞ പ്ലേസ് കേട്ടോ. ഇതൊരു എൻഡാണ് കടമക്കുടിയുടെ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്നിട്ട്. ആളുടെ പേര് നസ്രി എന്നാണ്. ബ്ലഷ് ബി മേക്ക് ഓവർ എന്നാണ് അവളുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജ് വന്നിട്ട്. അവൾ തൃശ്ശൂരുകാരിയാണ്. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വന്നിട്ടായിരുന്നു എനിക്ക് മേക്കപ്പൊക്കെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല ലൈറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളൊരു 5 o'clock ഒക്കെ ആയപ്പോഴായിരുന്നു അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നല്ല ലൈറ്റിംഗ് ആണ്. ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി അടിപൊളിയായിരുന്നു. പക്ഷേ ഈ ഒരു സ്ഥലം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. 4 സൈഡും വെള്ളമൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ നടന്നു പോകും. നമ്മൾ കാറിട്ടിട്ട് ഇങ്ങനെ കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. അകത്തേക്ക് കുറച്ച് നടക്കാൻ നല്ല വ്യൂ ആണ്. ഈവനിങ് ഫ്രണ്ട്സും ഫാമിലീസൊക്കെ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് മോസ്റ്റ് റെക്കമെൻഡഡ് പ്ലേസ് ആണ് കേട്ടോ കടമക്കുടി എന്ന് പറഞ്ഞ സ്ഥലം. നല്ല കിടിലൻ ഫോട്ടോസൊക്കെ ഇതേപോലെ എടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മുടെ ഫോട്ടോഗ്രാഫറിനെ പരിചയപ്പെട്ടല്ലോ. ഇവൻ്റെ പേര് അർഷാദ് എന്നാണ് കേട്ടോ. ഇവനും തൃശ്ശൂരുകാരനാണ്. അപ്പോൾ ഇവൻ അർഷ് ഫിലിമർ എന്നാണ് ഇവൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജ്. ഇവനാണ് നമുക്ക് ഫോട്ടോസൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ കാർ എടുത്ത് കുറച്ച് സ്ഥലം പോയ സ്ഥലത്താണ് ഇത് കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ വേറൊരു സൈഡിൽ കൂടെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലത്തൂടെയായിരുന്നു നമ്മൾ വരേണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ചു പോയത് ഈ ഒരു സൈഡിൽ കൂടെ ആയിരുന്നു. അപ്പോൾ നമുക്ക് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു സൈഡ് നല്ലതായിരുന്നു. ഈവനിങ് ഒക്കെ ഭയങ്കര റഷ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെയൊക്കെ കുറേ ആൾക്കാർ വന്നിരിക്കുക ഈവനിങ് ഒക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ കടമക്കുടി എന്ന് പറയുന്നത്. ഫ്രണ്ട്സ് ഫാമിലീസൊക്കെ ആയിട്ട് വരാൻ പറ്റുന്നത്. ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ നല്ല ഒരു ടൈമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ലാസ്റ്റ് കഫേ സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ട് വൈറ്റിലൊരു സ്ഥലത്ത് വന്നിട്ട് ചായയും സ്നാക്സൊക്കെ കുടിച്ചു. ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ മേക്കോർ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് അങ്ങനെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ മേക്കപ്പ് ലുക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ. എനിക്ക് ഏതായാലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ഹിന്ദു ബ്രൈഡൽ ലുക്കായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഫോട്ടോസ് കണ്ടാലോ?